സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? ഡേവിഡ് ഋതപ്പൻ എന്ന തലക്കെട്ടോട് കൂടിയിട്ട് കിച്ചു അല്പം നേരം മുമ്പ് ഇട്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കിച്ചു. അതായത് ആ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അയാൾ അങ്ങോട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. രേണുസുതി ഇങ്ങോട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അവനെ ഞാൻ ഇനി എന്തിനു വിളിക്കണം, ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ത് കാര്യം, അങ്ങനെ പറഞ്ഞവനല്ലേ, ഇങ്ങനെ പറഞ്ഞവനല്ലേ, അവന്റെ പാട്ടിന് പൊക്കോട്ടെ, അവൻ ജോലി എടുത്ത് ജീവിക്കട്ടെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വന്നതാ. പക്ഷെ കിച്ചു ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ വീട്ടിൽ നിന്ന് അവനുണ്ടായ ഒരു ദുരനുഭവം അതവൻ പറഞ്ഞു, തീർന്നു. പിന്നെ അവൻ അതും വെച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല, പിന്നെ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. പകരം രണസുന നിരന്തരമായിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നു നമ്മൾ കണ്ടതാ. ഇവിടെ രക്തങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അത് എത്രക്ക് ദൃഢമാണ് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാവുന്നുള്ളതാണ്. ഋതപ്പനെ അവർക്ക് കിട്ടിയൊരു വീടില്ലേ കോട്ടയത്ത്, ആ വീട്ടിലേക്ക് കയറി ചെന്ന് അവനെ എടുത്ത് അവന്റെ സന്തോഷങ്ങൾ മുഴുവൻ പ്രകടിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുക. രണസുന പോലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കാണാം. എത്തിയിട്ടുണ്ട്, അവനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. നോക്കാം. സർപ്രൈസ് കാണുമെന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് ആയിട്ട് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. സംഭവം കഴിഞ്ഞ ലക്ഷം വിളിച്ചിട്ടൊന്നുമില്ല, ഒരു സർപ്രൈസ് എന്ന രീതിയിലാണ് അവിടെ പോയിട്ടുള്ളത്. ചെക്കനെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാലോ, കാരണം അവന്റെയും കൂടിയാണല്ലോ വീട്. അപ്പൊ അവനെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാം. അതിന് രണസുനക്ക് ഒന്നും ഇടങ്കോലിടാൻ കഴിയില്ല എന്നുള്ളതാ. പക്ഷെ രണസുനക്ക് പരമാവധി പയ്യനെ നാണം കെടുത്താൻ കഴിയും കേട്ടോ. അത് ഓരോന്ന് പറഞ്ഞിട്ടേ, അതായത് ഓരോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ വടി കുന്തേറ്റ് ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോ പോഴത്തരങ്ങൾ പറഞ്ഞ് ചെക്കനെ താഴ്ത്തിക്കെട്ടാൻ കഴിയും. സജീന വ്ളോഗിനെ പോലുള്ള ആളുകൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്ത് ചെക്കനെ നാണം കെടുത്താൻ കഴിയും. ചെക്കനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ കഞ്ചാവോളിയാണ് എന്ന് പറഞ്ഞ ആളുകളെ ആ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നാണം കെടുത്താൻ കഴിയും. പക്ഷെ ഇവന്റെ മനസ്സിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടോ, വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ട് എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? ടെൻഷൻ അടിച്ചേ ഒക്കുള്ളൂ, ടെൻഷൻ ഉണ്ടാവാതിരിക്കില്ലല്ലോ. കാരണം അവനെ ഏതൊക്കെ രീതിയിലാക്കിയോ അവരുടെ അടുത്തേക്കാ ചെന്നിട്ടുള്ളത്. ആരുടെ അടുത്താണ്? പപ്പാജി അവിടെ ഉണ്ടാവും, തങ്കപ്പൻ ചേട്ടൻ എന്തൊക്കെ പറയുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആള് പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അതിനിടയിൽ കുറെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടാകാം. പള്ളിയിൽ പോയോ? എന്ത്? എവിടെ പോകുന്നു? എടാ എവിടെ പോകുന്ന? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ? എവിടെ? എന്നാണോ? നീയാണോ വണ്ടി ഓടിക്കുന്ന? പിന്നെ ആ വീടിന്റെ ഒരു കോലം നോക്കടൂ, അലങ്കോലമാക്കി ഇങ്ങനെ ഇട്ടിക്കുകയാണ് ആ വീട് മൊത്തം. അപ്പോ രണസുനയെ എടുക്കാൻ വേണ്ടിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്, ഫാമിലി അങ്ങോട്ട് പോവാണ്, എറണാകുളത്തേക്കാണ്. എന്തോ ഷൂട്ടും കാര്യങ്ങളിലൊക്കെ വേണ്ടി പോവായിരിക്കും. 24 മണിക്കൂറും തിരക്കാണല്ലോ, കുട്ടികളുടെ അടുത്ത് നിൽക്കാനും സമയമില്ല. പക്ഷെ ആ വീട് അതൊന്ന് വൃത്തിയാക്കി ഇട്ടുവിടറേ. എന്തായാലും ആളുകൾ ദാനം ചെയ്തൊരു വീടാണ്. നല്ല രീതിയിൽ നോക്കേണ്ട സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ ആക്കുമ്പോ ആ ചുമരടക്കം ആകെ വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത്, അലങ്കോലമായിട്ട്. കാണാൻ നല്ല രസമുണ്ട് റൂം കാണാൻ. അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്ക പറയടേ. അമ്മ ചോദിച്ചാ എന്ത് പറയും? എന്ത് വരാ? എന്തോ പറയും അമ്മയുടെ? എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ചാ എന്തോ പറയും? കാരണം എന്തോ പറയും? ആരുടെ കൂടെ? വീട്ടിലേല ചോദിച്ചോ.
അവന് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, വിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ രണസുനയെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ കിച്ചു ചെല്ലുന്നു, അവൻ ആ കുട്ടിയെ അവിടുന്ന് എടുക്കുന്നു, പോകുന്ന വഴിയിൽ രേണുസുതിയെ കോൾ ചെയ്തു, സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇടക്കിടക്ക് മറ്റാരൊക്കെ കോൾ ചെയ്തിരുന്നു. പിന്നെ ഇതില് തങ്കപ്പൻ ചേട്ടന്റെ ഒരു പ്രസൻസും ഉണ്ട്. അത് വീഡിയോന്റെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം എന്താ ആള് പറഞ്ഞു എന്നുള്ളത്. നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ ഞാൻ വന്നതാ. അതാ ഇത്രയും വന്നേല്ലേ. അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. സെറ്റല്ലേ ഓക്കെ, ആ ഭാഗമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, സംസാരിച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ കിച്ചു അത് എൻഡിൽ പറയുന്നുണ്ട്, ആ വീഡിയോയിൽ അത് കാണിച്ചു തരാം. പക്ഷെ പയ്യനത്ര സന്തോഷത്തില് നമ്മൾ വീഡിയോയിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കിച്ചു വേണം. കിച്ചു ഉണ്ടെങ്കിൽ ചെക്കന് ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഇതേപോലത്തെ വീഡിയോസ് രേണുസുതി ഇതുവരെ ഈ പയ്യനെ വെച്ചിട്ട് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല. അവർ ഫുൾ ടൈം എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുറെ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ സാധനങ്ങൾ ഞാൻ അതിൽ പറയുന്നില്ല, അത് ഇതിൽ പറയണ്ട അല്ലെ. കിച്ചുവിന്റെ മറ്റുള്ള കൂട്ടുകാരൊക്കെ അത് കാണുമ്പോൾ എത്രത്തോളം രണസുനയെ പുച്ഛിച്ച് തള്ളുണ്ടാവൂലേ. പക്ഷെ രക്തബന്ധം അതൊരിക്കലും നമുക്ക് തമ്മിൽ പിണങ്ങിപ്പോവല്ലേ, ആ ഒരു സാധനം അത് ഇവിടെയാണ് പാടേണ്ടത് അല്ലേ. പിള്ളേരെ മൊത്തം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എല്ലാരും ഉണ്ട്. ലെബനോനുണ്ട്, ഋതപ്പൻ ഹായ്. ഹലോ. നമ്മളിന്ന് എങ്ങടെ അപ്പൊ പോവാൻ പോകും? നമ്മള് ലുലുമാളയിൽ പോയിട്ടുണ്ടോ? നമ്മക്കടെ ഗെയിം കളിക്കാം. സൂപ്പർ. എനർജി ഒരു എനർജി ഇല്ലല്ലേ? എനർജിയോടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോകും. എന്തോ കഴിച്ച? എന്തേലും വേണോ കഴിക്കാൻ? എന്തേലും വേണോ? വിശക്കുന്ന കുട്ടി രാവിലെ ചോറാ കഴിച്ച്. സാധാരണ രാവിലെ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ദോശ, ഇഡ്ഡലി, അങ്ങനെ പുട്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുക. അതിരാവിലെ ചോറ് തിന്നുന്ന എനിക്കുണ്ടായിരുന്നു അങ്ങനെ. പട്ടിണിയായിരുന്നു ഞങ്ങള്. തലേ ദിവസത്തെ ചോറ് വെള്ളത്തിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ചായക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. കഴിച്ചിരുന്നു, എത്രയോ നാള് കഴിച്ചിരുന്നു. പെട്ടെന്ന് നമുക്കത് ഓർമ്മ വന്നു എന്നുള്ളതാ. ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ സന്തോഷമില്ലാത്ത ഋതപ്പനെ കണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് സന്തോഷത്തിൽ തിമിർത്ത് ഉല്ലസിക്കുന്ന ഋതപ്പന. കളർ ബോളുകൾ ഉണ്ടായിരുന്നു. ഇതെന്തുവാ? അറിയോ കാർ ഓട്ടിക്കാൻ? അങ്ങനെ ഋതപ്പൻ കാർ ഓടിക്കാൻ കയറിയിട്ടുണ്ട്. തിരിച്ചോ. 1 മണിക്കൂർ അവിടെ ഒരു പ്ലേ സെക്ഷൻ ഉണ്ട് കുട്ടികൾക്ക് മാത്രമുള്ളത്. അതിനകത്തേക്ക് ഋതപ്പനും അതേപോലെ തന്നെ രേണുവിന്റെ ചേച്ചിയുടെ ഒരു പയ്യനും കൂടി ഉണ്ട്, ഒരു മകനുണ്ട്, മകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ രേണുസുതിയുടെ അമ്മയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരവിടെയുള്ള ഒരുപാട് പ്ലേ സ്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കയറിയിട്ടുണ്ട്, എല്ലാത്തിലും കളിച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ ഒരു സന്തോഷം നിങ്ങൾ മുന്നേ രണസുനയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ചെക്കനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ രണസുനയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതിന് കൊല്ലം സുധിയുടെ മൂത്ത മകൻ തന്നെ വേണ്ടി വന്നു. പേടിയുണ്ട്. ഇത് സീറ്റൊക്കെ കിടന്ന് ഉരുളും. പേടിയില്ല. ഓക്കെ ആണോ? അവിടെ സീറ്റ് ബെൽറ്റ് ഇടണം, ഇല്ലെങ്കിൽ തെറിച്ചു പോകുന്നു. മിനി 3D സിനിമ തിയേറ്റർ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കയറിയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത്. നല്ല രസമായിട്ട് സന്തോഷത്തില് കിച്ചുവിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം നമുക്ക്. ഇടയ്ക്ക് നമുക്കൊരു ആനന്ദ കണ്ണീരൊക്കെ വരുന്നുണ്ട് അല്ലെ, ആ ഒരു സഹോദരങ്ങളുടെ സ്നേഹം കാണുമ്പോൾ. അതിനിടയിലാണ് രണസുനയുടെ ഓരോ കോപ്രായത്തരങ്ങളും ഓരോ ഊളത്തരങ്ങളും. മക്കളായിട്ട് കാണണം, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിനെ തിരുത്തണം. അതിന് പകരം സജിന വ്ളോഗിനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ വിളിച്ചത് അവൻ ചില്ലറക്കായി ചോദിച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നല്ല ചെയ്യേണ്ടിയിരുന്നത്. പണ്ട് ഈ ചെക്കനൊക്കെ നിങ്ങളൊരു വാഗ്ദാനം നൽകിയല്ലോ, അമ്മയായി തുടരും, അമ്മയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് നിങ്ങൾ അത് എവിടൊക്കെയോ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അവനോട് എപ്പോഴെങ്കിലും സ്നേഹത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ പയ്യ ഒറ്റപ്പെട്ടു പോയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കൊല്ലം സുധിയാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മധുവിധവും കാര്യങ്ങളും ആഘോഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ പയ്യൻ ഒരു മുറിക്കകത്ത് ഒറ്റപ്പെട്ടവനാ. കിച്ചുവിന് ഋതപ്പനോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും കൊല്ലം സുധിയോടോ രേണുസുധിയോടുള്ള സ്നേഹമോ വെറുപ്പുകൊണ്ടല്ല.
ഇങ്ങനെ പച്ചയായിട്ടുള്ള സ്നേഹം കാണുമ്പോൾ പച്ചയായ മനുഷ്യന്മാർക്ക് തോന്നുന്ന ഒരു വികാരമാണ്, ഒരു സ്നേഹമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഈ രേണുസുതിക്ക് ഇതിനൊന്നും നേരമില്ല എന്നുള്ളതാണ്. എവിടെ നിന്ന് നേരം കിട്ടുന്നില്ലേ? 24 മണിക്കൂറും സെറ്റ് ടു സെറ്റ് ഓട്ടം തന്നെയല്ലേ, ഓരോ കോപ്രായത്തരങ്ങള്. പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന തന്റെ മക്കള് കാണും എന്നുള്ള ഒരു ബോധം ഇല്ലാതെ എന്തൊക്കെ ഉളത്തരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വർണ്ണിക്കുന്നില്ല. ചിക്കിങ് എന്ത് കഴിക്കാൻ പോകുന്നത്? ചിക്കൻ. ഞങ്ങൾ ചങ്ങനാശ്ശേരി ചിക്കിങ് പോലുള്ള കാരണം ഇവിടെ ചിക്കിങ് ഉണ്ട്, പക്ഷെ ഇവിടെ മറ്റേ കളിക്കാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല. ചെറിയ അവന് കളിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ലുലുമാളിൽ നേരെ ചിക്കിങ് അല്ലേ. ഋതപ്പൻ കാറിൽ കയറിയിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചിക്കിങ്ങിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിരാവിലെ ചോറ് തിന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ. 4-5 മിനിറ്റ് മുമ്പാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഋതപ്പനെയും കിച്ചുവിനെയും ഒരുമിച്ച് കാണാൻ തന്നെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിൽ രേണുവിന്റെ സ്ഥാനം എവിടെയാണോ എന്തോ. ഹാപ്പിയാണോ? സന്തോഷമായോ? വയറൊക്കെ നിറഞ്ഞോ? എനിക്ക് ഞാൻ പോട്ടെ. ടാറ്റ. ഒരു ഉമ്മ തരുമോ? പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. കളങ്കമില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം ഒരിക്കലും അവസാനിക്കരുതേ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു യാത്രയിൽ കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ട്. ആ ട്വിസ്റ്റുകൾ ഇനി നിങ്ങൾക്ക് കേൾക്കുന്നു. കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. രേണുസുതി കൊണ്ടുപോവണ്ട എന്ന് പറയില്ല. കാരണം അത് പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ആളുകൾ രണസുനെ കാണുക എന്ന് വ്യക്തമായിട്ട് രണസുനക്ക് അറിയാം. അതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞത്. പിന്നെ ചേച്ചി എന്തിനാ അത് പറഞ്ഞത് നമുക്ക് അറിയില്ല. ഒരുപക്ഷെ വാഹനത്തിൽ പോയതുകൊണ്ടുള്ള ഒരു പേടി കൊണ്ടാകാം, കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വിചാരിക്കാമല്ലോ, നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. പക്ഷെ തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞ എന്താ വെച്ചാല്, വന്ന് കണ്ടില്ലേ അങ്ങനെ അങ്ങ് പൊക്കോ എന്നുള്ളത്. ഈ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ. രണസുനക്ക് എന്തെങ്കിലും ഒന്ന് ബോധോദയം വന്നിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷനും ഈ കോപ്രായത്തരങ്ങൾ അവസാനിച്ച് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഞാനും, എന്നെ പോലെ ഒരുപാട് ആളുകളും. അതിന് ദൈവം കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.